നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങൾ ആയിത്തീരും. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. 2026 2027 നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു കാലഘട്ടമായിട്ട് 2025 2026 മാറട്ടെ എന്നുകൂടി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ക്ലർക്ക് കാഷ്യർ പരീക്ഷ അവസാനിച്ചു. സ്വാഭാവികമായിട്ടും ഇനി നമ്മുടെ മുമ്പിലെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളുടെ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പരീക്ഷ അവസാനിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പാഠങ്ങൾ പഠിച്ചു. അത് അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരം പ്രോബ്ലംസ് അല്ലെങ്കിൽ അത്തരം വീഴ്ചകൾ നിങ്ങൾക്ക് ഇനി വരാൻ പാടില്ല. സോ ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കും. അതായത് നമുക്ക് അവിടെ തെറ്റുകൾ സംഭവിച്ചു, ആ തെറ്റുകൾ മുമ്പോട്ടുള്ള യാത്രയിലെ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള പുതിയ ഒരു അവസരമായിട്ട് അത്തരം പരീക്ഷകൾ മുമ്പിൽ കണ്ടുകൊണ്ട് അത്തരം തെറ്റുകൾ കുറച്ചുകൊണ്ട് അവസാനം നിങ്ങൾ എഴുതുന്ന പരീക്ഷയിലെ തീർച്ചയായിട്ടും വിജയം കരസ്ഥമാകും. അപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അവിടെ പരാജയപ്പെട്ടു പോകുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ ഭാഗത്തു നിന്ന് പറ്റിയ ചില വീഴ്ചകൾ കൊണ്ട് മാത്രമാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് പാഠങ്ങൾ പഠിച്ചു. അത് തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും. അത്തരം തെറ്റുകൾ നമുക്ക് കുറച്ചുകൊണ്ട് ഈ അവസാന മൊമെന്റിൽ നമ്മൾ വിജയത്തിലേക്ക് എത്തും എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണം നിങ്ങൾക്ക് എപ്പോഴും വേണം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അത് തന്നെയായി മാറും എന്ന് നമ്മൾ കേൾക്കാറില്ലേ? നമ്മൾ വിജയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങൾക്ക് സംഭവിച്ചു പോയ പരാജയങ്ങളെ കുറിച്ച് നിങ്ങളെ തന്നെ വില കുറച്ച് കാണുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ പരാജയങ്ങളെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി വലിയ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകണം. അടുത്തടുത്ത വർഷങ്ങൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിലെ വലിയ വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കാലഘട്ടമായിട്ട് നിങ്ങൾ മുമ്പിൽ കാണുക. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനെന്നുള്ളത് നിങ്ങളുടെ ചോദ്യം. എന്തായാലും ആ പരീക്ഷ അവിടെ കഴിഞ്ഞു. അവിടെ മാത്സിനകത്ത് നിന്നും 10 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 10 ചോദ്യങ്ങളിലെ ഒരു ശരാശരി നിലവാരത്തിൽ പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് കിട്ടി, എന്താണ് അവിടെ സംഭവിച്ചത്? മാത്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓവറോൾ അനാലിസിസ് മാത്രമാണ്, അല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ് അല്ല. അത് നമ്മൾ പിന്നീട് എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എങ്ങനെ മാത്സിന്റെ 10 ചോദ്യങ്ങൾ മുമ്പിൽ കാണണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. ഒരിക്കലും ഓരോ ചോദ്യങ്ങളുടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. അത് നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു ലൈവ് സെഷനിലെ അത്തരം ചോദ്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് മാത്സിനകത്ത് നിന്ന് 9 ചാപ്റ്ററും റീസണിങ്ങിനകത്ത് നിന്ന് 13 ചാപ്റ്ററും ഉൾപ്പെടെ 22 ചാപ്റ്ററുകളായിരുന്നു സിലബസിനകത്ത് പറഞ്ഞിരുന്നത്. ആ 22 ചാപ്റ്ററിൽ നിന്ന് തന്നെ മാത്സിന്റെ ചോദ്യങ്ങൾ ചോദിച്ചോ, ആ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിലവാരത്തിലാണ് ചോദിച്ചത്, വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആ ഒരു നിലവാരത്തിനേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്നുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇന്നത്തെ ഈ ഒരു ലൈവിലെ എല്ലാം ക്ലിയർ ആവും. അപ്പോ നമ്മൾ നോക്കിക്കോണേ. ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. മക്കളെ, ഇത് ബോട്ട് മാസിന്റെ ക്വസ്റ്റ്യൻ അല്ലേടാ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പതിയെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബോട്ട് മാസിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ബോട്ട് മാസിന്റെ ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു? എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ ചോദ്യമായിരുന്നു ബോട്ട് മാസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ബോട്ട് മാസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഈ ഒരു ചോദ്യം എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാകും. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനകത്ത് വലുതേത് എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യം നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വ്യക്തമായിട്ട് ഭിന്നസംഖ്യകൾ കണ്ടാല് ആരോഹണ ക്രമത്തിൽ എഴുതാനും അതേപോലെ അവരോഹണ ക്രമത്തിൽ എഴുതാനും ചെറുതേത് വലുതേത് എന്നുൾപ്പെടെയുള്ള ഭിന്നസംഖ്യകളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു ചോദ്യവും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാകും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെർസെന്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യം
നമ്മുടെ കഴിഞ്ഞ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ഇതേ മോഡൽ ചോദ്യം ചോദിച്ചത് കൊണ്ട് ഈ ചോദ്യവും ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയ ചോദ്യമാണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അടുത്തത് ഇതായിരുന്നു ചോദ്യം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് കുറച്ച് അവിടുന്ന് മിക്സ്, 2 വെറൈറ്റി റൈസ് ആണ്, അവിടുന്ന് കുറച്ചെടുത്തു ഇവിടുന്ന് കുറച്ചെടുത്തു, മിക്സ് ചെയ്തിട്ട് 13% ലാഭം കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഇത് കാണുമ്പോഴേ അറിയാം ഒരു നിലവാരം കൂടിയ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയാലും കുഴപ്പമില്ലായിരുന്നു, വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെ ചെയ്തെടുത്താലും ഇതിന് ഷോർട്ട് കട്ട് ഇല്ല. എങ്ങനെ ചെയ്തെടുത്താലും ഏറ്റവും കുറഞ്ഞ, നമ്മളൊരു സാധാരണക്കാരനാണല്ലോ, ഒരു ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയല്ലേ, എങ്ങനെ പോയാലും ഒരു 2.5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് സമയം എങ്ങനെ പോയാലും ഈ ചോദ്യത്തിന് മേൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നേനെ. ഇനി അതല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ അവസാന മൊമെന്റിലെ ചിലപ്പോൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങൾ സ്കിപ്പ് അടിച്ച് കളഞ്ഞായിരുന്നുവെങ്കിൽ, തുടക്കത്തിലെ സ്കിപ്പ് അടിച്ച് കളഞ്ഞായിരുന്നുവെങ്കിൽ ഒരു കുഴപ്പമില്ല, അതൊരു നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ മുമ്പിൽ വന്ന സാധാരണ പലിശ അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ഇത്. ഈ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് കളയാവുന്നതേ ഉള്ളൂ. കാരണം ഇതും നിലവാരമുള്ള ചോദ്യം തന്നെയായിരുന്നു. അത്യാവശ്യം മാത്സ് ചെയ്തു പഠിച്ച ആളുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനുശേഷം 26ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരാശരി വേഗത കണ്ടുപിടിക്കാനാണ്. ശരാശരി വേഗത കണ്ടുപിടിക്കാൻ ആകെ ദൂരം ബൈ ആകെ സമയം ചെയ്താൽ മതി. പക്ഷേ ഇവിടെ ചോദ്യകർത്താവ് ഇട്ട നമ്പറൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് നമ്പർ, പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റാത്ത നമ്പർ ആയിരുന്നു. ഈ ഒരു ചോദ്യം കൂടി നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോഴേ ആൻസർ കിട്ടുന്നതാണ്. ഇതൊന്നും വലിയൊരു പ്രശ്നമേ അല്ല. ഇവിടെ തന്നെ ബന്ധം ഇരിപ്പുണ്ട്. നിങ്ങൾ അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൾട്ടർനേറ്റീവ് നമ്പർ തമ്മിലെ കൃത്യമായ ഒരു ബന്ധം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമായിരുന്നു. സോ അങ്ങനെ അതും കഴിഞ്ഞു. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയും. കാരണം ഇതൊരു ജസ്റ്റ് ഓവറോൾ അനാലിസിസ് ആണ്. അതിനുശേഷം ഇവിടെ ഒരു ഓഡ് മാൻ ഔട്ടിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് കാണുമ്പോഴേ 6, 9, 15, 21, 24, 30, 28 ഓഡ് മാൻ ഔട്ട്. കാരണം ബാക്കിയെല്ലാം 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കോമൺ സെൻസിലെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുമായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ അടുത്തത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മളിൽ അവസാനം നമ്മുടെ മോഡൽ എക്സാമുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇട്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഡയറക്ഷന്റെ സിമ്പിൾ ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഏറ്റവും അവസാനം ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 8 മണി എന്ന് പറയുന്ന സമയത്തിൽ തുടങ്ങി 2 മണി ആകുമ്പോൾ അവർ ഹാൻഡ്, അതായത് മണിക്കൂർ സൂചി എത്ര ഡിഗ്രി തിരിയും എന്നാണ് ചോദിച്ചത്. എല്ലാവർക്കും അറിയാം 1 മണിക്കൂറിലെ 30 ഡിഗ്രി ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 8 തുടങ്ങി 2-ൽ 8, 9, 10, 11, 12, 1, 2, 6 മണിക്കൂർ. 30 × 6 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ആയിരുന്നു. അപ്പോൾ അങ്ങനെ 10 ചോദ്യങ്ങൾ അവസാനിച്ചു. കുഞ്ഞുങ്ങളെ, ഈ 10 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്നും അവസാനിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് മാറുമ്പോൾ നിങ്ങളൊരു ശരാശരി നിലവാരത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 6 മാർക്ക് ഷുവറാണ്. അങ്ങറ്റം പോയ 7 മാർക്ക്. അതായത് ഒരു ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് 7 മാർക്ക് വരെ നേടാൻ പറ്റുമായിരുന്നു. അവിടെ 3 ചോദ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള 3 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. ആ 3 ചോദ്യങ്ങൾ കാര്യങ്ങൾ അറിയാവുന്നവർ മാത്രം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ മാത്സിന്റെ സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ പരീക്ഷകൾ അവസാനിക്കുമ്പോൾ ഒരു ശരാശരി നിലവാരത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാല് 7 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു. സോ അങ്ങനെ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പിന്നീട് പറയും. തൽക്കാലം ആ ഒരു ഭാഗത്തേക്ക് ഞാനിപ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. സോ ഇവിടെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി നിങ്ങളുടെ മുമ്പില് അടുത്തടുത്ത പരീക്ഷകൾ വരികയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾ നെഗറ്റീവ് അടിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിയമനമില്ല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നടന്നു ഇവിടെ ഇങ്ങനെ നടന്നു, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പിറകിന് പോകുന്ന ആൾക്കാർ അങ്ങനെ പിറകിന് പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. കുഞ്ഞുങ്ങളെ, ഒരു അഡ്വൈസ് എങ്കിലും നടക്കത്തില്ലേ? നമുക്ക് ഒരു അഡ്വൈസ് മാത്രം പോരെ? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആ ഒരു എയിം എന്ന് പറഞ്ഞാല് ആ ഒറ്റ ഒരു അഡ്വൈസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വലിയ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ
2026 2027 കാലഘട്ടം തീർച്ചയായിട്ടും ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതല്ല നിങ്ങൾ ബാക്കിയുള്ള ആളുകൾ പറയുന്നതിന് പോലെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായി പോത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട. കഷ്ടപ്പെട്ട് പഠിക്കുന്നവൻ എന്നാണെങ്കിലും അവൻ രക്ഷപ്പെടും, അത്രേ ഉള്ളൂ. വസ്തുത അത്രേ ഉള്ളൂ. അതല്ല നിങ്ങൾ ഉഡായിപ്പ് കാര്യങ്ങളുടെ പുറകിലാണ് പോകുന്നതെങ്കിൽ അങ്ങനെ പോത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. മുമ്പോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും ആരെന്തു പറഞ്ഞാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും നിങ്ങൾ തയ്യാറെടുക്കുക. നവംബർ 2-ാം തീയതി നമ്മുടെ അടുത്ത പരീക്ഷ നടക്കുകയാണ്. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വീണ്ടും കിടക്കുകയാണ്. ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ആദ്യ പരീക്ഷ എഴുതിയപ്പോൾ നമ്മുടെ ആ ഒരു പരീക്ഷയിൽ സംഭവിച്ച പിഴവുകൾ അടുത്ത പരീക്ഷയ്ക്ക് സംഭവിക്കാതെ അത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുമ്പോട്ട് പോകണം. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകാം, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പുതിയ ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും കണ്ടക്ട് ചെയ്യുകയാണ്. 1-ാം റാങ്ക് ഉൾപ്പെടെ നമ്മുടെ കഴിഞ്ഞുപോയ പരീക്ഷകളിലെ 1-ാം റാങ്ക് ഉൾപ്പെടെ ഒരുപാട് റാങ്കുകൾ വാരിക്കൂട്ടിയ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അടുത്തടുത്ത ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് മാത്രമല്ല നമ്മുടെ പുതിയ 3 മാസത്തെ കോഴ്സും അതുപോലെ 6 മാസത്തെ കോഴ്സിന്റെയും ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം ബാച്ചുകളിലെ ഏതാണോ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് തോന്നുന്നത് അത്തരം ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക. വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പഠിച്ചു പോകണം എന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങൾ ആയിത്തീരും. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. 2026 2027 നിങ്ങൾ ഉദ്ദേശിക്കുന്ന സർക്കാർ ജോലി നേടിയെടുക്കുക എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഒരു കാലഘട്ടമായിട്ട് 2025 2026 മാറട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവര് വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പുതിയ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്ത ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന രീതിയിൽ ഉള്ള ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അങ്ങനെ ജീവിതത്തിലെ 2025 2026 എന്ന് പറയുന്ന വർഷം ജീവിതത്തിലെ മറക്കാനാകാത്ത അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി നേടിത്തന്ന ഒരു വർഷമായി നിങ്ങളുടെ ജീവിത ചരിത്രം രേഖപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിന്റെ ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മോഡൽ എക്സാമുകളിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാ സജഷൻസും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതനുസരിച്ച് നമ്മൾ വരാൻ പോകുന്ന ലൈവ് ക്ലാസ്സുകളിലെ കണ്ടന്റുകളാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാവർക്കും അടുത്ത പരീക്ഷ എഴുതുന്ന ഓരോരുത്തരും വലിയ പ്രതീക്ഷ കൂടി പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.